നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പെൺ ശരീരത്തിലെ സ്വാഭാവിക പ്രക്രിയയാണ് ആർത്തവം എന്ന് പറയുന്നത്. ആർത്തവ ദിവസങ്ങൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പ്രയാസം നിറഞ്ഞതാണ്. ആ സമയത്ത് സ്ത്രീകൾക്കുണ്ടാകുന്ന വേദന, അതിന്റെ കാഠിന്യം പലരിലും പലതരമായിരിക്കും. ആർത്തവ ദിനങ്ങളിലെ വേദന പലർക്കും ഒരു പേടി സ്വപ്നം തന്നെയാണ്. പക്ഷേ വേദന മാറ്റുവാനായിട്ട് കയ്യിൽ കിട്ടുന്ന ഗുളികയൊന്നും എടുത്ത് കഴിക്കാൻ നിൽക്കരുത്. ഒരുപക്ഷെ അത് മരണം വരെ സംഭവിച്ചേക്കാം. ഇപ്പോഴിതാ ആർത്തവ വേദന ഒഴിവാക്കുന്നതിനായി ഗർഭനിരോധന ഗുളിക കഴിച്ച പെൺകുട്ടി മരിച്ചിരിക്കുകയാണ്. യുകെയിലാണ് ഈ ഒരു സംഭവം നടന്നത്. ലൈല ഖാൻ എന്ന 16-കാരിയാണ് മരിച്ചത്. വേദന കുറയ്ക്കാൻ ഗർഭനിരോധന ഗുളിക കഴിക്കാമെന്ന സുഹൃത്തുക്കളുടെ ഉപദേശത്തെ തുടർന്ന് പെൺകുട്ടി മരുന്ന് കഴിക്കുകയായിരുന്നു. നവംബർ 25 മുതൽ ഡിസംബർ 5 വരെ തുടർച്ചയായി മരുന്ന് കഴിച്ചു. തുടർന്നാണ് കടുത്ത തലവേദനയും ഛർദിയും ഉണ്ടായി. ആരോഗ്യനില മോശമായതിനെ തുടർന്ന് കുടുംബം പെൺകുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചു. എന്നാൽ ഗ്യാസാണ് അസ്വസ്ഥതകൾക്ക് കാരണമെന്നും ആശങ്കപ്പെടാനുള്ള സാഹചര്യമില്ലെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു. ചില മരുന്നുകളും നൽകി. കുറവില്ലെങ്കിൽ വീണ്ടും പരിശോധനയ്ക്ക് എത്തണമെന്നും അറിയിച്ചു. വീട്ടിൽ തിരികെ എത്തിയ പെൺകുട്ടിയുടെ ആരോഗ്യനില വീണ്ടും മോശമായി. ശുചിമുറിയിൽ ബോധം കെട്ട് വീണ കുട്ടിയെ വീണ്ടും ആശുപത്രിയിൽ എത്തിച്ചു. വിശദമായ പരിശോധനയിലാണ് ലൈലയുടെ തലച്ചോറിൽ രക്തം കട്ടപിടിച്ചതായി കണ്ടെത്തി. തുടർന്ന് ശസ്ത്രക്രിയയ്ക്ക് വിധേയയാക്കിയെങ്കിലും മസ്തിഷ്ക മരണം സംഭവിക്കുകയായിരുന്നു. ലൈലയുടെ അവയവങ്ങൾ ദാനം ചെയ്തതായും കുടുംബം അറിയിച്ചു. വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണിത്. ആരും ഇത്തരത്തിൽ അബദ്ധം കാണിച്ചുകൊണ്ട് കയ്യിൽ കിട്ടിയ ഗുളികകളൊന്നും കഴിക്കരുത് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട അധികൃതർ നൽകുന്ന വിശദീകരണം. ഈ അടുത്ത കാലത്ത് മറ്റൊരു ഞെട്ടിക്കുന്ന റിപ്പോർട്ട് കൂടെ പുറത്തു വന്നിരുന്നു. വേദനകൾക്ക് ശമനം ലഭിക്കാൻ പലരും ആശ്രയിക്കുന്ന മരുന്നാണ് മെഫ്താൽ. എന്നാൽ വേദന സംഹാരിയായി ഉപയോഗിക്കുന്ന മെഫ്താലിന്റെ ദോഷഫലങ്ങളെക്കുറിച്ച് അടുത്തിടെയാണ് ഇന്ത്യൻ ഫാർമക്കോപ്പിയ കമ്മീഷൻ മുന്നറിയിപ്പ് നൽകിയത്. ഫാർമാകോവിജിലൻസ് പ്രോഗ്രാം ഓഫ് ഇന്ത്യ മരുന്നിന്റെ പ്രതികൂല പ്രതികരണങ്ങളെക്കുറിച്ച് നടത്തിയ പ്രാഥമിക വിശകലനത്തിന്റെ റിപ്പോർട്ടിനെ തുടർന്നാണ് ഈ ഒരു മുന്നറിയിപ്പ്. മെഫൈനാമിക് ആസിഡ് മെഫ്താലിൻ അടങ്ങിയിട്ടുണ്ടെന്നും ഇത് കടുത്ത അലർജി പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നായിരുന്നു ഇന്ത്യൻ ഫാർമക്കോപ്പിയ കമ്മീഷൻ പറഞ്ഞത്. മെഫ്താൽ കഴിക്കുമ്പോൾ ചിലരിൽ പനിയും ശരീരത്തിൽ തിണർപ്പും ഉണ്ടാകാം. ആന്തരിക അവയവങ്ങൾക്ക് തന്നെ തകരാറ് സംഭവിക്കാം. ദിവസം കഴിക്കുന്നവരിൽ ദഹന പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ദീർഘകാല ഉപയോഗം അൾസറും ക്യാൻസറും ഉണ്ടാക്കാനുള്ള സാധ്യതയും പറയുന്നുണ്ട്. ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ഉള്ളവർ മെഫ്താൽ ഒഴിവാക്കണമെന്നും ഗർഭിണികളും മുലയൂട്ടുന്നവരും ഈ മരുന്ന് കഴിക്കരുതെന്നും നിർദ്ദേശവുമുണ്ട്. ബ്ലൂ ക്രോസ് ലബോറട്ടറീസ് പ്രൈവറ്റ് ലിമിറ്റഡ് നിർമ്മിക്കുന്ന ഒരു നോൺ സ്റ്റിറോയിഡ് ആന്റി ഇൻഫ്ലമേറ്ററി മരുന്നാണ് മെഫ്താൽ. ഡൈസൈക്ലോമിൻ ഹൈഡ്രോക്ലോറൈഡ്, മെഫ്നാമിക് ആസിഡ് എന്നിവ 1:25 റേഷ്യോയിൽ മെഫ്താലിൽ അടങ്ങിയിരിക്കുന്നു. വെറും ഒരു വേദന സംഹാരി മാത്രമല്ല മെഫ്താൽ. റൂമറ്റോയിഡ് ആർത്രൈറ്റിസ് രോഗികൾക്കും ആർത്തവ വേദനയും നീർവീക്കവും കുറയ്ക്കുവാനും മലബന്ധം അകറ്റാനും മറ്റു മരുന്നുകൾക്കൊപ്പം മെഫ്താലും നിർദ്ദേശിക്കാറുണ്ട്. അലർജി പ്രശ്നങ്ങൾക്കും അവയവങ്ങളുടെ തകരാറിനും കാരണമാകുമെന്ന് കണ്ടെത്തിയതുകൊണ്ട് തന്നെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ ഇവ വാങ്ങി കഴിക്കരുതെന്ന് ഇന്ത്യൻ ഫാർമക്കോപ്പിയ കമ്മീഷൻ ശുപാർശ ചെയ്യുന്നു.